തൃശൂർ അതിരപ്പള്ളിയിൽ വീടിനുള്ളിൽ കയറി കാട്ടാനയുടെ ആക്രമണം. അതിരപ്പള്ളി പ്ലാന്റേഷൻ കോർപ്പറേഷൻ വെൽഫെയർ ഓഫീസറുടെ വീടാണ് കാട്ടാന തകർത്തത്. ഇന്നലെ രാത്രിയോടെയാണ് പ്ലാന്റേഷനോട് ചേർന്ന വീട് തകർത്തത്. ആക്രമണമുണ്ടായ സമയം വീട്ടിൽ ആളുണ്ടായിരുന്നില്ല. ജെയ്സൺ ചാമവളപ്പിൽ നൽകും വിവരങ്ങൾ. ജെയ്സൺ, വീട്ടിൽ ആളുണ്ടായിരുന്നെങ്കിൽ അവരുടെ ജീവൻ എടുത്തേനെ കാട്ടാന എന്ന് തോന്നിപ്പിക്കുന്ന തരത്തിലുള്ള ആക്രമണമാണല്ലോ അവിടെ സംഭവിച്ചിരിക്കുന്നത്. എന്തൊക്കെയാണ് വിവരങ്ങൾ? കാട്ടാന ആ പ്രദേശത്ത് തന്നെയുണ്ടോ? ജെയ്സൺ ചാമവളപ്പിലേക്ക് എത്താം. പ്ലാന്റേഷനോട് ചേർന്നുള്ള വീട് കാട്ടാന തകർത്തിട്ടിരിക്കുന്ന ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. കാട്ടാനക്കൂട്ടം വീടിനുള്ളിൽ കയറി നാശനഷ്ടങ്ങൾ ഉണ്ടാക്കിയെന്ന വിവരമാണ് ഇപ്പോൾ തൃശൂർ അതിരപ്പള്ളിയിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത്. അതിരപ്പള്ളി പ്ലാന്റേഷൻ കോർപ്പറേഷൻ വെൽഫെയർ ഓഫീസറുടെ വീടാണ് നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത്. ഇന്നലെ രാത്രിയോടുകൂടിയാണ് പ്ലാന്റേഷനോട് ചേർന്നുള്ള ഈ വീട്ടിലേക്ക് കാട്ടാന എത്തിയത്. വീടാകെ ആന ചവിട്ടി മെതിച്ചിട്ടിരിക്കുകയാണ്. പുറത്തും നാശനഷ്ടങ്ങളൊക്കെ വ്യക്തമാണ്. ജെയ്സൺ ചാമവളപ്പിൽ, ഞാൻ നേരത്തെ ചോദിക്കുകയായിരുന്നു, വീട്ടുകാരുണ്ടായിരുന്നെങ്കിൽ ആളപായം ഉറപ്പാകുന്ന തരത്തിലുള്ള ആക്രമണമാണ് അവിടെ സംഭവിച്ചിരിക്കുന്നത്. ഈ ആനക്കൂട്ടമാണോ അവിടേക്ക് എത്തിയത്? അവർ ആ പ്രദേശത്ത് നിന്ന് മടങ്ങിയോ? എന്തൊക്കെയാണ് വിവരങ്ങൾ? തീർച്ചയായും സുജയ, വലിയ രീതിയിലുള്ള കാട്ടാന ആക്രമണത്തിന് ഇരയാവുകയാണ് അതിരപ്പള്ളി വാഴച്ചാൽ മേഖലയിലുള്ള താമസക്കാർ. പ്രധാനമായും ദിനംപ്രതി എന്നവണ്ണമാണ് ഇപ്പോൾ കാട്ടാനയുടെ ആക്രമണം ഈ പ്രദേശങ്ങളിൽ ഉണ്ടാകുന്നത്. ഇതിന്റെ ഏറ്റവും അവസാനത്തെ ഉദാഹരണമാണ് അതിരപ്പള്ളി പ്ലാന്റേഷൻ കോർപ്പറേഷന്റെ വെൽഫെയർ ഓഫീസറുടെ വീടാണ് കാട്ടാന തകർത്തത്. ഇന്നലെ രാത്രിയോടുകൂടിയാണ് കാട്ടാനക്കൂട്ടം വീട്ടിലെത്തി വീട്ടിൽ കയറി വലിയ രീതിയിലുള്ള നാശനഷ്ടങ്ങൾ ഉണ്ടാക്കിയത്. പ്ലാന്റേഷൻ തോട്ടത്തോട് ചേർന്നാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത്. നിരവധി ആനകൾ ദിനം പ്രതി പ്ലാന്റേഷനിലേക്ക് വരികയും ഇവിടെ വലിയ രീതിയിലുള്ള നാശനഷ്ടങ്ങൾ ഇതിനു മുൻപ് ഉണ്ടാക്കിയിട്ടുണ്ട്. വീടിനകത്തെ ഫർണിച്ചറുകളും വീട്ടുപകരണങ്ങളും തകർത്തിട്ടുണ്ട്. പക്ഷേ ഭാഗ്യത്തിന് ആളുകൾ ആരും ആ വീട്ടിനകത്ത് ഉണ്ടായിരുന്നില്ല എന്നതാണ് ഒരു മരണത്തിലേക്ക് പോകാതിരുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ആശ്വാസ വാർത്ത. രാവിലെ തോട്ടത്തിലെത്തിയ തൊഴിലാളികളാണ് വീട് ആന ആക്രമിച്ച വിവരം അറിഞ്ഞത്. സമാനമായ സംഭവങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിലും ഇവിടെ നടക്കുന്നുണ്ട്. ഈ പ്രദേശമാകെ കാട്ടാന ഭീതിയിലും അതുപോലെ തന്നെ പുലിയുടെയും കടുവയുടെയും ഭീതിയിൽ കൂടിയാണ് സുജയ. ഓക്കെ, ജെയ്സൺ ചാമവളപ്പിലാണ് വിവരങ്ങൾ നൽകിയത്. കാട്ടാനക്കൂട്ടം വീടിനുള്ളിൽ കയറി നാശനഷ്ടങ്ങൾ ഉണ്ടാക്കിയത് ഇന്നലെ രാത്രിയാണ്.